ഡേയ്സ്. ഞാൻ ആച്ചി, ഇതെന്റെ അനിയൻ വികൃതി കുട്ടൻ അർച്ചു. ഓക്കെ, യു വിൽ സിറ്റ്. ഹലോ ഗായ്സ്, ഞാൻ അർച്ചു ആണ്. അപ്പൊ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ്. ഹെൽത്തി ഡ്രിങ്ക് വിത്ത് ബേസിൽ സീഡ്. അപ്പം ഇതാണ് നമ്മുടെ ബേസിൽ സീഡിന്റെ പ്ലാന്റ്. ഇതിനെ അമ്മ നമ്മുടെ രാമതുളസി എന്നും വിളിക്കും. അപ്പൊ നമ്മുടെ ഡ്രിങ്കിൽ ഇടാനുള്ള ബേസിൽ സീഡ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞങ്ങളിവിടെ ദോഹയിലാണ്. ദോഹയിൽ ഇപ്പോൾ സമ്മർ സീസൺ അല്ലേ, അപ്പം ഞങ്ങൾക്കൊരു വലിയ ഗാർഡൻ തന്നെ ഇവിടെ. കുറേ വെജിറ്റബിൾസും ഉള്ള വെജിറ്റബിൾസ് എല്ലാം ഇവിടെ ആണ്. ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറേ ഇല്ല. അപ്പം ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാം ഉണങ്ങിപ്പോയി, എല്ലാം ഡ്രൈ ആയിപ്പോയി. കുറേ ഉണ്ടായിരുന്നു. ഇതാ അപ്പം നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് എങ്ങനെ നമ്മൾ ബേസിൽ സീഡ് എടുക്കാൻ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിന് സീഡ് സെപ്പറേറ്റ് ചെയ്യാം. നിനക്ക് എടുക്കാൻ അറിയുമോ അർച്ചുവേ? നിനക്കൊന്നും അറിയത്തില്ലല്ലോ. അർച്ചു, ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ലെമണി ഉണ്ടാക്കാൻ. ഡ്രിങ്ക് ലെമണി. എന്ത് ലെമണി? ലെമണി അല്ല, ഡ്രിങ്ക് ലെമണി. അതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലെമണി. ഇവിടെ ലെമണി അല്ല, ലെമണേഡ്. ലെമണേഡ് നമ്മളിപ്പോ കട്ട് ചെയ്തോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെമണി. അർച്ചു, പഴം പറഞ്ഞേ. പഴം. പഴം. മഴ. മഴ. ഇനി നമുക്കിതിനി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സീഡ് ഇത്രയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയുണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ. ഫുള്ളി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു സീഡാണ്. ഭയങ്കര ഹെൽത്തിയാണ്. വണ്ണം കുറയ്ക്കാനൊക്കെ ഇത് നല്ലതാണ്. അപ്പം നമുക്കിനി ബാക്കിയും കൂടി സെപ്പറേറ്റ് ചെയ്യാം. ഇത്രയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇതാ നമ്മൾ വെള്ളത്തിലിട്ടു. ഇങ്ങനെ ബബിളി പോലെ ആയിട്ട് വരും. ഇത് സീഡൊക്കെ വളർത്തിയിട്ടതാണ്. ഇത് ബബിളി പോലെ വരും. നമ്മുടെ സീഡ് നല്ല സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് നമ്മൾ എങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന മിൻറ്റ് പ്ലാന്റ് ആണിത്. ഇനി നമ്മൾക്കിത് നമ്മുടെ ഡ്രിങ്കിന് വേണ്ടി ഇച്ചിരി കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് മടുത്ത് നോക്കാം. നല്ല മടമുണ്ട്. എന്തോ ചെറിയൊന്നും വരഞ്ഞ പോലെ. നമുക്ക് ഇനി ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിനി ഇതും കൊണ്ട് റെഡിയാക്കാൻ പോകുന്നത് എന്താണ്? യെസ്. അപ്പൊ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് മിന്റ്, ലെമൺ, സീഡുള്ള സാധനം, പിന്നെ പഞ്ചസാര, പിന്നെ ഐസ്, ജിഞ്ചർ. ജിഞ്ചർ. അതിന് ലെമണി കട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് ഈ അമ്മ എന്തോ സാധനം കട്ട് ചെയ്യുവാണ്. അപ്പൊ നമ്മളിപ്പോ ഈ കാര്യം പറഞ്ഞില്ലേ, അതാക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ലെമണിന്. എന്റെ അമ്മ ലെമൺ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സിലോട്ട് ഇടാം. ഇനി നമ്മൾ ഷുഗറാണ് ഇട്ട് കൊടുക്കാം. കുറെ ഷുഗർ വേണം ഇടാൻ. ഇതിനകത്ത് 1 by 1 ആയിട്ട്. നിങ്ങൾ ആരും 1 by 1 ചെയ്യരുത്. എന്താ അർച്ചു? ഇപ്പൊ നമ്മള് കുറെ ഇടണം. അർച്ചു, ഫുൾ എടുത്തിട്. അതാണ് ഫുള്ള് ഇടുക. ഇനി ഇതാണ്ടേ സ്പൂണും കൂടി മതി. ഇനി നമ്മൾ പാത്രത്തിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മൊത്തം കൂടി. ഇനി ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. മിന്റ്. മിന്റ് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് കൊടുക്കാം, ജിഞ്ചർ. ജിഞ്ചർ കൊടുക്കാം. ഇനി നമ്മള് മിക്സിലോട്ട് എടുത്ത് കൊടുക്കുക. ഇനി നമ്മള് ഈ ഐസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മള് വെള്ളം ഇട്ട് കൊടുക്കുക, ഫുള്ള് വെള്ളം. ഇനി നമുക്കിത് ഗ്രൈൻഡ് ചെയ്യാം. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തോടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബേസിൽ സീഡ് ഇട്ട് കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.